വലത് ചെവിയിൽ അവന് ബാങ്ക് കൊടുക്കണമെങ്കിൽ ആ ചെവിയിൽ ബാങ്ക് കൊടുക്കുന്ന കുഞ്ഞന്റെ ഹൃദയത്തിലേക്ക് ആദ്യമായി കേൾക്കേണ്ടത് അല്ലാഹ് എന്നാണെങ്കിൽ അതേ സ്വരത്തിൽ തന്നെ പറയണം മുഹമ്മദ് മുസ്തഫയെ കുറിച്ച് പറയണമെന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മാത്രമല്ല, അല്ലാഹുവിലേക്ക് നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തീരുമാനിച്ചതും ഹയ്യാ അലസ് സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ. എന്തിനാ നിസ്കാരത്തിലേക്ക് വരുന്നത്? ഹയ്യാ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയുന്ന മന്ത്രധ്വനിയിലും അല്ലാഹു അക്ബർ എന്ന് പറയുന്നിടത്ത് മുഹമ്മദ് മുസ്തഫയെ പറയണമെന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ലോകത്തുള്ള മുഴുവനിടങ്ങളും വിശ്വാസികളും ഇത് വിളിച്ചു പറയണം. പക്ഷേ ഒരിക്കൽ പോലും മുത്തുനബി പങ്കുകൊടുത്തിട്ടില്ല. മുത്തുനബി പറഞ്ഞത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു തന്ന നേതാവാണ്. പക്ഷേ ഒരിക്കലും മുത്തുനബി പങ്കുകൊടുത്തില്ല. എന്തുകൊണ്ട്? ഹയ്യാ അലസ് സ്വലാഹ് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിലേക്ക് കടന്നു വരണമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ട് വരാതിരിക്കുന്നത് എത്രയോ അദബ് കേടാണ്, എത്രയോ തെറ്റാണത്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്ക് കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെയും പറയണമെന്ന് അല്ലാഹു ക്രമീകരിച്ചു. എന്തിനേറെ പറയണം, അല്ലാഹുവുമായുള്ള അഭിമുഖ സംഭാഷണമായ നിസ്കാരത്തിൽ പോലും മുത്തുനബിയെ വിളിക്കാതെ യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ എന്ന് വിളിക്കാതെ, മുത്തുനബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലാതെ, മുത്തുനബിയുടെ മേലെ സലാം പറയാതെ അവന്റെ നിസ്കാരം സാധുവല്ല. നാം മയ്യത്ത് നിസ്കരിക്കുമ്പോ അത്തഹിയാത്തൊന്നുമില്ലല്ലോ, എന്നാ ഒഴിവാക്കാം? ഇല്ല, പാടില്ല. അല്ലാഹു ക്രമീകരിച്ചു. മയ്യത്ത് നിസ്കരിക്കുമ്പോഴും ഒരു മയ്യത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നിടത്ത് പോലും മുത്തുനബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലാതെ അവന്റെ നിസ്കാരം സാധുവല്ല. എത്ര ബഹുമാനാണോ നൽകിയത്! അല്ലാഹ് പറയാണ്, ഞാൻ നിസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ല, ഞാൻ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ല, ഞാൻ ഇന്നത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞില്ല. അല്ലാഹ് പറയാണ് ഇന്നല്ലാഹ വ മലായികതുഹു, അല്ലാഹു പറയാണ് തീർച്ച, അല്ലാഹു പറയാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മലായികത്ത് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സർവ്വചരാചരങ്ങളും സ്വലാത്ത് ചൊല്ലുന്നു. ഓ വിശ്വാസികളെ, നിങ്ങളും മുത്തുനബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലണേ. അപ്പോൾ നിങ്ങൾ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹുവിന്റെ സ്വലാത്ത് റഹ്മത്താണ്. ആ റഹ്മത്ത് ചൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു എത്രയേറെ ബഹുമാനിച്ചു, ഇത്രയേറെ ബഹുമാനം. ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫയെ പരിചയപ്പെടാതെ, മുഹമ്മദ് ഒരാളെ അറിയാതെ, മുഹമ്മദ് മുസ്തഫയെ സാക്ഷ്യം വഹിക്കാതെ അവൻ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കൊടുക്കില്ല. അല്ലാഹു എത്ര ബഹുമാനാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ പേര് വിളിക്കുക എന്നത് അതൊരു അദബുകേടാണ്, അതൊരു ബഹുമാനക്കുറവാണ്. ഖുർആനിൽ എത്രയോ സ്ഥലത്ത് അല്ലാഹു പ്രവാചകന്മാരെ വിളിക്കുന്നു യാ ആദം, യാ ഇബ്രാഹിം എന്ന് പലയിടങ്ങളിലും അമ്പിയാക്കളെ വിളിച്ചെടുത്ത് 4 പ്രാവശ്യം മുഹമ്മദ് എന്ന പദം, മുഹമ്മദ് എന്ന നാമം ഖുർആന് പരിചയപ്പെടുത്തിയെടുത്തൊന്നും അല്ലാഹുവിന്റെ റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുത്തുനബിയെ യാ മുഹമ്മദ് എന്നൊരു വിളിയാളം കാണാൻ സാധ്യമല്ല. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന അല്ലയോ പ്രവാചകരെ, യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ എന്ന പ്രയോഗമല്ലാതെ അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല. എന്തോ ഒരു ബഹുമാനമാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. 17 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബലയാക്കി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുത്തുനബിയുടെ മനസ്സിന്റെ മന്ത്രം കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം, ഖിബലയായി നിസ്കരിക്കണം. ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ളവർ നിസ്കരിച്ച ആ കഅബാലയത്തിലേക്ക് നിസ്കരിക്കണമെന്ന് മുത്തുനബിയുടെ മനസ്സിന്റെ വല്ലാത്ത ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ആഗ്രഹം, അതാ മുത്തുനബിക്കുള്ള ആഗ്രഹം അല്ലാഹു അത് തീരുമാനമാക്കി കൊടുക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിഹന്നക ഖിബ്ലതൻ തർവാഹാ. ഓ നബിയേ, ആകാശലോകത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ജിബ്രീൽ മാലാഖയുടെ വരവും കാത്തിരിക്കുന്ന മുത്തുനബിയേ, കഅബ
കഅബാലയത്തിലേക്ക് കിബിലയാകണമെന്ന് അങ്ങയുടെ മനസ്സിന്റെ മന്ത്രമാണെന്ന്, അങ്ങയുടെ മനസ്സിന്റെ ആഗ്രഹമാണെന്ന് അറിയുന്ന റബ്ബ് ഇന്ന് മുതൽ അങ്ങ് അങ്ങയുടെ തൃപ്തി പോലെ കഅബാലയത്തെ കിബിലയാക്കിക്കോളൂ എന്ന് അല്ലാഹു ഓർഡർ ഇടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ബഹുമാനിച്ചതിന്റെ അളവ് പോലെ പ്രിയപ്പെട്ടവരെ എത്രയോ ഖുർആനിൽ പരിചയപ്പെടുന്നു.